hello Makals. So, 8th Makku നമ്മുടെ annual exam വരാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകേണ്ട കുറച്ച് most important questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First question is choose the appropriate statement applicable to solid substance from the following. ഇതിൽ solid substance ന് appropriate ആയിട്ടുള്ള statement ഏതാണ് എന്നുള്ളതാണ്. Energy of the constituent particle is very high. അപ്പോൾ ദേ solid എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് വേണം ആ solid particle arrangement ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എല്ലാത്തിനെയും solid, liquid, gas. അപ്പോൾ നോക്കുകയാണെങ്കിൽ particles നല്ല ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ freedom of movement high എന്ന് പറഞ്ഞാൽ പറ്റില്ല അല്ലേ? ചേർന്നിരുന്നാൽ freedom of movement ഉണ്ടോ? അല്ലെങ്കിൽ energy എന്ന് പറയുന്നത് ഉണ്ടോ? energy എന്ന് പറയുന്നത് എന്താണ്? Energy of the particle എന്ന് പറയുന്നത് very high ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനർജി ഒന്നും ഇല്ല, ഇവർ എന്ത് ചെയ്യുക, വെറുതെ ഇരിക്കാനേ പറ്റുള്ളൂ, ബിക്കോസ് അവർ നമ്മൾ ഭയങ്കര അട്രാക്ഷനിൽ ഇരിക്കുകയാണ് അല്ലെ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഹാവ് ലിറ്റിൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, കുറവാണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്തിനെ പറ്റിയിട്ടാണ്? നമ്മുടെ സോളിഡിനെ പറ്റിയിട്ടാണ്. നെക്സ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഇസ് വെരി ഹൈ. ഈ പാർട്ടിക്കിളിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് വെരി ഹൈ ആണ്. അല്ല, ഇത് ഗേഷ്യസ് സ്റ്റേറ്റിനെ പറ്റിയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ മൂവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫ്രീഡം കൂടുതലായിരിക്കും, എനർജി കൂടുതലായിരിക്കും എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലിരിക്കുക. അപ്പൊ ഇതാണ് സോളിഡിനെ വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റൻ ആണ് ഐഡന്റിഫൈ ദ പോളിമർ ഫ്രം ദ ഫോളോവിങ്. ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഗ്ലൂക്കോസ് എന്ന് കൊടുത്തിട്ട് അത് മോണോമർ ആണെന്ന് കാണിക്കാം, മോണോമർ. ദെൻ വേറെ എന്തെങ്കിലും പ്രോട്ടീനോ അല്ലെങ്കിൽ സ്റ്റാർച്ചോ അതൊക്കെ കൊടുത്തിട്ട് എന്ത് കാണിക്കാം? സ്റ്റാർച്ച് എന്ന് കൊടുത്തിട്ട് ഡാഷ് എന്ന് കാണിക്കാം. അപ്പൊ അവിടെ നിങ്ങൾ പോളിമർ എന്ന് എഴുതണം. അപ്പൊ ഇതിൽ ആൻസർ വരുന്നത് പ്രോട്ടീൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Water drops assume spherical shape due to dash. അപ്പൊ ഇത് നിങ്ങൾക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. സർഫസ് ടെൻഷൻ ആണ് ആൻസർ എന്ന് പറയുന്നത്, പ്രതല ബലമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊരു ആപ്ലിക്കേഷൻ ലെവൽ പോലെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫിഗർ തന്നിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. നമ്മുടെ ചേമ്പിലയിലൊക്കെ എങ്ങനെയാണ് ഈ വാട്ടർ ഡ്രോപ്പിംഗ് ഇരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ കൃത്യമായിട്ട് പറയാം, സർഫസ് ടെൻഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാച്ചുറൽ ഫൈബേഴ്സ് ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ് ആർ യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചറിംഗ് ഓഫ് ക്ലോത്ത്. Give the name of natural fiber. ഒരു നാച്ചുറൽ ഫൈബറിന്റെ പേര്. നാച്ചുറൽ ആണെങ്കിലും സിന്തറ്റിക് ആണെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. നാച്ചുറലിന്റെ ഒരു എക്സാമ്പിൾ ആണ് കോട്ടൺ എന്ന് പറയുന്നത്. സിന്തറ്റിക്കിന് നിങ്ങൾക്ക് നൈലോൺ പറയാം, പോളിസ്റ്റർ പറയാം. അപ്പൊ സിന്തറ്റിക് അങ്ങനെ പഠിച്ചു വെക്കുക. എക്സാമ്പിൾ, റൈറ്റ് വൺ മെറിറ്റ് ഓഫ് സിന്തറ്റിക് ഫൈബർ. ഇത് മെറിറ്റ് ഓഫ് സിന്തറ്റിക് ഫൈബറിന്റെയും ആൻഡ് നമ്മുടെ നാച്ചുറൽ ഫൈബറിന്റെയും മെറിറ്റ്സ് പഠിച്ചു വെച്ചിരിക്കുക. സിന്തറ്റിക് ഫൈബറിന്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ഒരു റിങ്കിൾ ഫ്രീ ആണ് അല്ലെ, ചുളിവ് കുറവാണ്. അതുപോലെ ഇവർ ലൈറ്റ് വെയിറ്റ് ആണ്, ഭാരം കുറവാണ്. മറ്റൊരു വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് കുറച്ചുകൂടെ കുറവാണ്. ഇനി നമ്മുടെ നാച്ചുറൽ ഫൈബേഴ്സ് നോക്കുകയാണെങ്കിൽ അവരെന്താണ്, എയർ സർക്കുലേഷൻ കൂടുതലാണ്, നമുക്ക് ചൂട് കാലത്ത് കംഫർട്ടബിൾ ടു വെയർ ആണ്. അപ്പൊ രണ്ടിന്റെയും മെറിറ്റും ഡിമെറിറ്റും പഠിച്ചു വെച്ചിരിക്കാം. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ റിയാക്ഷൻ, ടൈപ്സ് ഓഫ് റിയാക്ഷൻ എന്നൊരു ക്വസ്റ്റൻ ആണ് വന്നിട്ടുള്ളത്. ഈ ഫോളോയിങ് ആൾക്കാർ ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്ന് എഴുതണം. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. എല്ലാ ന്യൂട്രലൈസേഷൻ റിയാക്ഷനും ഹീറ്റ് പുറത്തേക്ക് തരുന്ന റിയാക്ഷനാണ്, താപം പുറത്തേക്ക് പുറപ്പെടുവിക്കുന്ന റിയാക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ അത് എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും, താപമോചക രാസപ്രവർത്തനമായിരിക്കും. ഇനി ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഡീകമ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതെന്താ, ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്യാണ് അല്ലെ. അപ്പൊ അത് എൻഡോതെർമിക് ആണ്, താപ ആഗിരണ രാസപ്രവർത്തനമാണ്. ഇതുപോലെ ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ് ചോദിക്കാം, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസും ചോദിക്കാം. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണ്, ചൂട് താപം ആഗിരണം ചെയ്യുന്നതും പുറത്തേക്ക് വിടുന്നതും. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, equal quantity of water and coconut oil are taken in two separate beakers, heat them on a water bath, then in which of the two substance temperature rises slowly in a specified time, give reason. ഇതിലെ ഏത് ബീക്കറിലായിരിക്കും പതുക്കെ ചൂട് റൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നല്ല. അപ്പൊ ഒന്നില് വാട്ടർ ആണ്, ഒന്നില് കോക്കനട്ട് ഓയിൽ ആണ്. അപ്പൊ നമുക്കറിയാം വാട്ടറിന് എന്ത് പ്രത്യേകതയുണ്ട്? ഹീറ്റ് കപ്പാസിറ്റി, താപധാരിത എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അത് പതുക്കെ മാത്രമേ ടെമ്പറേച്ചർ കൂടുള്ളൂ. അപ്പൊ ഈ പോയിന്റ് പഠിച്ചു വെച്ചേക്കാം, ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ളത്. ഇനി റൈറ്റ് വൺ സിറ്റുവേഷൻ ഇൻ വിച്ച് ദിസ് പ്രോപ്പർട്ടി ഇസ് മെയ്ഡ് യൂസ് ഓഫ്. ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, നമ്മൾ ചൂടുള്ള പദാർത്ഥങ്ങൾ തണുക്കാനായിട്ട്, അതുപോലെ നമ്മുടെ ഓട്ടോമൊബൈൽ എഞ്ചിനിൽ കൂളന്റ് ആയിട്ടൊക്കെ ആരെയാണ് ഉപയോഗിക്കുന്നത്? വാട്ടറിനെയാണ്. ഡ്യൂ ടു വാട്ടറിന്റെ ഈ പ്രോപ്പർട്ടി നമ്മുടെ ബോഡിയിലാണെങ്കിലും നമ്മുടെ ബോഡി നോക്കുകയാണെങ്കിലും വാട്ടറിന്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ എർത്തിന്റെ ആണെങ്കിലും എന്താണ്, 1/3 എന്ന് പറയുന്നത് വാട്ടർ ആയതുകൊണ്ടാണ് അതിന്റെ ടെമ്പറേച്ചറും പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി എന്തായാലും നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ABC 3 ബീക്കറുകൾ തന്നിട്ടുണ്ട്. ഒന്നില് വാട്ടറും കാൽഷ്യം സൾഫേറ്റ് ഡിസോൾവ് ആയിട്ടുള്ളത്, ഒന്ന് ഡിസ്റ്റിൽഡ് വാട്ടർ, C എന്ന് പറയുന്നത്
മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഡിസോൾവ് ആയിട്ടുള്ളത്. ഇതിൽ ഏത് സാമ്പിളിലാണ് സോപ്പ് കൃത്യമായിട്ട് പതയുന്നത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോ എന്തിന്റെങ്കിലും സോൾട്ട്, മഗ്നീഷ്യം സൾഫേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തന്നെ ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ് ആയിക്കോട്ടെ, കാൽഷ്യം സൾഫേറ്റ് ആയിക്കോട്ടെ, കാൽഷ്യം ക്ലോറൈഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിന്റെ ബൈകാർബണേറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണ്? അതിന് ഹാർഡ്നെസ് ഉണ്ട് എന്നാണ് മെയിൻ. അപ്പൊ ഹാർഡ്നെസ് ഇല്ലാത്ത ആരാ ഇവിടെ ഉള്ളത്? ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ട് അല്ലെ. അപ്പം എന്റെ ആൻസർ എന്താ വരാ? നന്നായി പതയുന്നത് ഡിസ്റ്റിൽഡ് വാട്ടറിലാണ്. ഇനി നോക്കുകയാണെങ്കിൽ ഏത് സാമ്പിളിലാണ് സോപ്പ് പതയുന്നത് ആഫ്റ്റർ ഹീറ്റിംഗ്, ഗീവ് റീസൺ എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു കാൽഷ്യത്തിന്റെ ക്ലോറൈഡോ മഗ്നീഷ്യത്തിന്റെ ക്ലോറൈഡോ വന്നാല് അതിന് ഹാർഡ്നെസ് ഉണ്ട്. അതുപോലെ കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സൾഫേറ്റ് വന്നാലും എന്തുണ്ട്? അതിന് ഹാർഡ്നെസ് ഉണ്ട്. പക്ഷെ ഈ ഹാർഡ്നെസ് എന്ന് പറയുന്നത് പെർമനന്റ് ആണ്, സ്ഥിര കാഠിന്യമുള്ളതാണ്. ഇവരെ ഇനി ചൂടാക്കിയാലോ എന്ത് ചെയ്താലും എന്ത് ചെയ്യില്ല, ആ ഹാർഡ്നെസ് പോവില്ല. ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല, സോപ്പ് പതയില്ല. ഇനി ഇതിന് അല്ലാതെ കാൽഷ്യത്തിന്റെയോ മഗ്നീഷ്യത്തിന്റെയോ ബൈകാർബണേറ്റ് വന്നാൽ എന്ത് ചെയ്യും? ബൈകാർബണേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിനെ ഹീറ്റ് ചെയ്താൽ എഗെയിൻ അതിനകത്ത് സോപ്പ് പതയുന്നതായിട്ട് കാണാം. ബൈ എന്ന് പറയുമ്പോൾ പോവല്ലേ, അപ്പൊ ഹീറ്റ് ചെയ്താൽ അത് പോകും കേട്ടോ. അപ്പൊ അതേ പഠിച്ചു വെക്കാം. മഗ്നീഷ്യം ബൈകാർബണേറ്റ് എന്താണ്? ടെമ്പററി ഹാർഡ്നെസ് ഉള്ളതാണ്. അതെന്താ? സ്ഥിര കാഠിന്യമല്ല, താത്കാലിക കാഠിന്യമാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പോളിവിനൈൽ ക്ലോറൈഡ് PVC ഈസ് യൂസ്ഡ് ഫോർ പ്ലംബിംഗ്, പ്രൊഡക്ഷൻ ഓഫ് റെയിൻബോസ്, ബോട്ടിൽ എക്സെട്ര. Which type of plastic is this? നമുക്ക് രണ്ട് ടൈപ്പ് പ്ലാസ്റ്റിക് പഠിക്കാനുണ്ട്, തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും. അപ്പൊ തെർമോപ്ലാസ്റ്റിക്സ് എന്ന് വെച്ചാൽ ചൂടാക്കിയാൽ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്താൽ അത് മെൽറ്റ് ചെയ്ത് റീഷേപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ആൾക്കാരാണ്. ഇനി തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് അത് ഓൾറെഡി സെറ്റ് ആണ്. ഇനി ചൂടാക്കിയാലോ ഹീറ്റ് ചെയ്താലോ ഒന്നും അതിന്റെ ഷേപ്പോ കാര്യങ്ങളോ ഒന്നും മാറാനായിട്ട് പോകുന്നില്ല. അപ്പൊ രണ്ട് ടൈപ്പ് പ്ലാസ്റ്റിക് ആണ്, തെർമോപ്ലാസ്റ്റിക്സും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും. അപ്പൊ PVC എന്ന് പറയുന്നത് നമുക്കറിയാം ചൂടാക്കിയാൽ എന്ത് ചെയ്യും? അത് മെൽറ്റ് ആയി ഷേപ്പ് ഒക്കെ മാറും അല്ലെ. അപ്പൊ ഇത് തെർമോപ്ലാസ്റ്റിക്സ് ആണ്. ഇനി റൈറ്റ് എനി വൺ പെക്യുലാരിറ്റി ഓഫ് ദിസ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്. ഈ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്കിനെ നമുക്ക് റീഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പോ അത് അതിന്റെ ഒരു പെക്യുലാരിറ്റി ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. റൈറ്റ് വൺ മെത്തേഡ് that can reduce pollution due to പ്ലാസ്റ്റിക് പൊല്യൂഷനോ അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷനോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ അതേ പ്ലാസ്റ്റിക് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിനെ റീസൈക്കിൾ ചെയ്യുക അല്ലെ. വേറൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആയിട്ട് റീസൈക്കിൾ ചെയ്യുക എന്നുള്ളത് ഒരു നമുക്ക് പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുറയ്ക്കാനുള്ള ഒരു മെത്തേഡാണ്. അതുപോലെ 4R മെത്തേഡ് നമ്മൾ പഠിച്ചു. ആ 4R നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്ലാസ്റ്റിക് പൊല്യൂഷനെ പറ്റി ഒരു 3 മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Metals can be drawn into thin fine wires. Metals in the property എന്നൊരു ക്വസ്റ്റ്യൻ വരും. അത് സൊണോറിറ്റിയോ മാലിബിലിറ്റിയോ ഡക്റ്റിലിറ്റിയോ ഒക്കെ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് തിൻ ഫൈൻ വയേഴ്സ് ആക്കി മാറ്റാനുള്ള ആ ഒരു പ്രോപ്പർട്ടി എന്താണെന്നുള്ളതാണ്. അത് ഡക്റ്റിലിറ്റി ആണ്. ഷീറ്റ്സ് ആക്കി മാറ്റാനുള്ളത് മാലിബിലിറ്റി ആണ്. ആൻഡ് മാലിബിലിറ്റി ഏറ്റവും കൂടിയത് ഗോൾഡിനാണ്. ഡക്റ്റിലിറ്റി ഗോൾഡിനും പ്ലാറ്റിനത്തിനും കൂടുതലാണ്. ഇനി നോക്കുകയാണെങ്കിൽ സൊണോറിറ്റി എന്താ? സൊണോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് സൗണ്ട്സ് എന്നുള്ളതാണ്. അതുപോലെ ഹാർഡ്നെസ് ഇല്ലാത്ത കുറച്ച് ആൾക്കാരില്ലേ, അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാട്ടോ. സോഡിയം പൊട്ടാഷ്യം പോലെയുള്ള ആൾക്കാർക്ക് ഹാർഡ്നെസ് ഇല്ല, സോഫ്റ്റ് മെറ്റൽ ആണ്. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ പ്രോപ്പർട്ടീസിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇനി ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ആസിഡ് ബേസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സിങ്കും HCl-ഉം ചേർന്നാൽ എന്തൊക്കെയാണ് പ്രൊഡക്റ്റ്? ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. Zn എന്ന് പറയുന്ന ഒരു മെറ്റൽ ആണ്, അതും HCl ഒരു ആസിഡും ചേർന്നാൽ എന്ത് കിട്ടും? ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും. Zn plus HCl gives ZnCl2 plus H2. ഇത് വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പോ Mg plus dash gives MgSO4 twice plus എന്താണ് ഡാഷ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇവിടെ ഏതോ ഒരു ആസിഡുമായിട്ട് ഈ മെറ്റൽ ചേർന്നപ്പോഴുള്ള പ്രൊഡക്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആസിഡ് ഏതാന്ന് അറിയാനായിട്ട് കൂടുള്ള ആളെ നോക്കിയാൽ മതി. ഇപ്പൊ ഈ Cl കൂടെ H ചേർത്തപ്പോ HCl ആസിഡ് ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെന്ന് മനസ്സിലായി. ഇനി SO4 കൂടെ H ചേർത്ത് പറ. H2SO4 സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലെ ചേർന്നത്. ഇനി സൾഫ്യൂരിക് ആസിഡും മെറ്റലും ചേർന്നാൽ ഓഫ് കോഴ്സ് എന്തുണ്ടാകും? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും. അതുപോലെ ഇവിടെ ഡാഷ് തരാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് വെച്ചേക്കാം കേട്ടോ. Cl ആണെങ്കിൽ HCl ആയിരിക്കണം, SO4 ആണെങ്കിൽ
H2SO4 സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം ബട്ടർ മിൽക്ക് is not stored in aluminum vessel, give reason. അപ്പോൾ നോക്കുകയാണെങ്കിൽ ബട്ടർ മിൽക്കിൽ എന്ത് ആസിഡ് ഉണ്ട്? ലാക്റ്റിക് ആസിഡ് ഉണ്ട് അല്ലേ? അപ്പൊ ആസിഡ് അലൂമിനിയം വെസലിൽ മെറ്റലിൽ വെച്ചാൽ അത് നമ്മൾ റിയാക്ട് ചെയ്ത് എന്തുണ്ടാകും? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും, നമ്മുടെ പാത്രം നശിച്ചു പോകാനായിട്ട് കാരണമാവും. അപ്പൊ അത് ഓർത്തു വെക്കുക, അതാണ് റീസൺ ആയിട്ട് എഴുതേണ്ടത്. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും എന്നുള്ള ഒരു ഒറ്റ പോയിന്റ് എഴുതിയാൽ ഫുൾ മാർക്ക് അവിടെ കിട്ടും കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സിൽവർ ബ്രോമൈഡ് നമ്മൾ 2 വാച്ച് ഗ്ലാസ്സിൽ എടുക്കുകയാണ്. അതിലൊന്ന് ബ്ലാക്ക് പേപ്പറുമായിട്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ട് സൺലൈറ്റിൽ വെക്കുന്നു, മറ്റേത് വെറുതെ സൺലൈറ്റിൽ വെക്കുന്നു. അപ്പൊ എന്തിനായിരിക്കും വിച്ച് വാച്ച് ഗ്ലാസ് ഡസ് കളർ ഓഫ് ദി സിൽവർ ബ്രോമൈഡ് ചേഞ്ച് എന്നുള്ളതാണ്. ഒബ്സർവേഷൻ എന്താണെന്ന് കൂടി ചോദിക്കാം. ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയാ കളർ ചേഞ്ച് ഉണ്ടായി. ഏതിന് കളർ ചേഞ്ച് ഉണ്ടായി? ബ്ലാക്ക് പേപ്പർ വെച്ച് പൊതിഞ്ഞ് വെച്ച റാപ്പ് ചെയ്ത് വെച്ച വാച്ച് ഗ്ലാസ്സിലല്ല, തുറന്നു വെച്ച സിൽവർ ബ്രോമൈഡിന് കളർ ചേഞ്ച് ഉണ്ടായി. തുറന്നു വെച്ചാൽ എന്താ പ്രശ്നം? ഇങ്ങനെ തുറന്നു വെച്ചാൽ അത് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്ത് സിൽവർ ബ്രോമൈഡ് എന്നുള്ളത് പറയുന്നത് സ്പ്ലിറ്റ് ആകും. സിൽവർ ബ്രോമൈഡ് സ്പ്ലിറ്റ് ആയാൽ ആരുണ്ടാകും? സിൽവർ ഉണ്ടാകും. ആ സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ളതിന് നിങ്ങൾ ഡീകമ്പോസിഷൻ എന്ന് പറയണം കേട്ടോ. സിൽവർ ബ്രോമൈഡ് അണ്ടർഗോസ് ഡീകമ്പോസിഷൻ, വിഘടനത്തിന് വിധേയമായി ഡീകമ്പോസിഷനിലേക്ക് പോയി ആരുണ്ടായി? സിൽവർ ഉണ്ടായി. ആ സിൽവർ ആണ് ആ ഗ്രേ ഷെയ്ഡിന് കാരണം. ഓക്കെ, ഇനി എന്താണ് അവിടുത്തെ വിച്ച് ഫോം ഓഫ് എനർജി ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ കെമിക്കൽ ചേഞ്ച് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് എനർജി അവിടെ കാരണമായത്? സൺലൈറ്റ് അബ്സോർബ് ചെയ്തു അല്ലെ, ലൈറ്റ് എനർജി, പ്രകാശോർജം. ഇനി ഒരു ക്വസ്റ്റ്യൻ വരാം, ഇത് ഏത് ടൈപ്പ് റിയാക്ഷനാ? ലൈറ്റ് എനർജി അബ്സോർബ് എമിറ്റ് ചെയ്താൽ അത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ്, പ്രകാശ രാസപ്രവർത്തനമാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് നിങ്ങൾക്ക് എന്തായാലും സിമ്പിൾ വെച്ചൊരു ക്വസ്റ്റ്യൻ വരാം. നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ മറ്റൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഇത് നമുക്ക് നോക്കാം. സിമ്പിൾ ഓഫ് സോഡിയം ഇസ് Na. റൈറ്റ് ദ ലാറ്റിൻ നെയിം ഫ്രം ഇറ്റ്. ലാറ്റിൻ നെയിം കുറച്ച് നമുക്ക് എക്സാമ്പിൾ ഉണ്ട്, അത് പഠിച്ചു വെച്ചേക്കാം. ഇവിടെ Nയുടെ ലാറ്റിൻ നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്, അത് നേട്രിയം ആണ് കേട്ടോ. അപ്പം Nക്ക് എന്തുകൊണ്ട് സോഡിയം ആണ്, എന്തുകൊണ്ട് Na എന്ന് പറയുന്ന സിമ്പിൾ കൊടുത്തു എന്ന് ചോദിച്ചാൽ ബിക്കോസ് അത് എന്തിനാണ് വന്നേക്കുന്നത്? ലാറ്റിൻ നെയിമിൽ നിന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം. ഇനി ചോദിച്ചിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇതാണ്. H is the symbol of hydrogen. അങ്ങനെയാണെങ്കിൽ 5H2 എന്താണ്? 5H എന്താണ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മക്കളെ 5H എന്ന് പറഞ്ഞാൽ 5 ഹൈഡ്രജൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നു. 5 ഹൈഡ്രജൻ ഓക്കെ, 5 ഹൈഡ്രജൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നു. ഇനി 5H2 എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാല് 2 ഹൈഡ്രജൻ ചേർന്നു, 2 ഹൈഡ്രജൻ ആറ്റം ചേർന്നു. അങ്ങനെ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. 5 പേർ. ഇതാണ് 5H2 മീൻ ചെയ്യുന്നത്. 5H എന്ന് പറഞ്ഞാൽ 5 ഫ്രീ ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റത്തെ കാണിക്കുന്നു. 5H2 എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഹൈഡ്രജനും ചേർന്ന് മോളിക്യൂളായി, തന്മാത്രയായി, അങ്ങനെ 5 മോളിക്യൂൾസിനെ കാണിക്കുന്നു. അപ്പം ഇത് സ്വതന്ത്ര ആറ്റങ്ങളാണെങ്കിൽ ഇതെന്താ? മോളിക്യൂൾ ആണ്. ഇനി ഇതിനകത്ത് എത്ര ആറ്റം ഉണ്ട്? 5H2 എന്ന് പറയുമ്പോ മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞാൽ മതി. 5 × 2 10 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് അല്ലെ, 10 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അപ്പൊ ആറ്റവും മോളിക്യൂളും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. നമ്പർ ഓഫ് ആറ്റംസ് ചോദിക്കാനും ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ H2SO4, 2H2SO4 മൊത്തം എത്ര ആറ്റംസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരും. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കാം. Then നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. Why does taking an antacids milk of magnesia relieve indigestion or heartburn? ഇതൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ആസിഡ് ബേസിൽ നിന്നുള്ളതാണ്. ന്യൂട്രലൈസേഷന്റെ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ എന്താണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഹാർട്ട് ബേണോ ഇൻഡൈജഷനോ ഒക്കെ വരുമ്പോൾ എന്തിനാണ് നമ്മൾ ആന്റാസിഡ്സ് കൊടുക്കുന്നത്, അതെങ്ങനെയാണ് നമുക്ക് റിലീഫ് തരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ സ്റ്റൊമക്കിൽ ഓൾറെഡി നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുണ്ട്? HCl ഉണ്ട് അല്ലെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അപ്പൊ ഈ ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുക? ഇതുപോലെ ഹാർട്ട് ബേൺ, നെഞ്ചരിച്ചിലൊക്കെ അനുഭവപ്പെടുക. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ആന്റാസിഡ്സ് ആണ്. ആ പ്രോബ്ലം ആണ് അസിഡിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ അസിഡിറ്റി വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ആന്റാസിഡ്സ് ആണ് യൂസ് ചെയ്യുക. ആന്റാസിഡ്സിലെ കണ്ടന്റ് എന്ന് പറയുന്നത് മിൽക്ക് ഓഫ് മഗ്നീഷ്യ ആണ്. ഇപ്പൊ ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം കേട്ടോ. അപ്പൊ ആന്റാസിഡ്സിലെ കണ്ടന്റ് എന്ന് പറയുന്നത് മിൽക്ക് ഓഫ് മഗ്നീഷ്യ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? അത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, അതൊരു ബേസ് ആണ്.
അപ്പം നമ്മുടെ വയറ്റിൽ കൂടിപ്പോയത് എന്താ? ആസിഡ്. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഒരു ബേസ് കഴിക്കുകയാണ്. അപ്പം ആസിഡും ബേസും ചേർന്നാൽ എന്ത് സംഭവിക്കും? ന്യൂട്രലൈസേഷൻ സംഭവിക്കും. ആസിഡും ബേസും ചേർന്നാൽ രണ്ടിന്റെയും പ്രോപ്പർട്ടി നഷ്ടമായി സോൾട്ടും വാട്ടറും മാത്രം പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആസിഡ്സിനെ നമ്മൾ ആസിഡിന്റെ കണ്ടന്റ് കുറയ്ക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ആസിഡിറ്റി എന്നുള്ളത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ ഇതാണ്, വൈ ഇസ് സോഡ വാട്ടർ കൺസിഡർഡ് ആസ് ആസിഡിക്? എന്തുകൊണ്ടാണ് സോഡ വാട്ടർ അസിഡിക് ആയത് എന്നൊരു ക്വസ്റ്റൻ. സോഡ വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ വാട്ടറിലേക്ക്, വെള്ളത്തിലേക്ക് ഹൈ പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രഷർ കൊടുത്ത് കയറ്റുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? നമ്മുടെ സോഡ വാട്ടർ ഉണ്ടാവുക. അപ്പൊ വാട്ടറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തി വിട്ടിട്ടാണ് സോഡ വാട്ടർ ഉണ്ടാക്കുക. കാർബൺ എന്ന് പറയുന്നത് മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ? ഒരു നോൺ മെറ്റൽ ആണ് അല്ലെ. അപ്പൊ നോൺ മെറ്റലിന്റെ ഓക്സൈഡ്, ഒരു അലോഹത്തിന്റെ ഓക്സൈഡ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. മക്കളെ, നോൺ മെറ്റലിന്റെ ഓക്സൈഡ് വെള്ളത്തിൽ ചേർന്നാൽ നമുക്ക് ആസിഡ് കിട്ടും. നോൺ മെറ്റലിന്റെ ഓക്സൈഡ് വെള്ളത്തിൽ വീണാൽ ആസിഡ് കിട്ടും. നോൺ മെറ്റൽ ഓക്സൈഡ് ആസിഡ്. ഓക്കെ, അതാണ് സോഡ വാട്ടർ അസിഡിക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കാരണം. ഇത് വേറൊരു രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. മെറ്റലിന്റെ കേസിൽ മെറ്റലിന്റെ ഓക്സൈഡ് വെള്ളത്തിൽ വീണാൽ നമുക്ക് ബേസ് കിട്ടും. നോവ മോബ്, ആ കോഡ് ഓർത്തിരിക്കാം. മിസ് ഒരു എക്സാമ്പിൾ പറയാം. മഗ്നീഷ്യം എന്ന് പറയുന്നത് മെറ്റൽ അല്ലേ, അതിന്റെ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം ഓക്സൈഡ്. ഇത് ലിറ്റ്മസ് പേപ്പർ വെച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാമേ. മിസ് പറഞ്ഞുതരാം. മഗ്നീഷ്യം എന്ന് പറയുന്നതിന്റെ ഓക്സൈഡ്, മെറ്റലിന്റെ ഓക്സൈഡ് മഗ്നീഷ്യം ഓക്സൈഡ്. ഇത് വെള്ളത്തിൽ വീണാൽ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? NgOH ട്വൈസ്. ഇതെന്താ? ഇതൊരു ബേസ് ആണ്. OH ഉണ്ടെങ്കിൽ അത് ബേസ് ആണ്. H കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ആസിഡ് ആണെങ്കിൽ, H+ അയോൺ ആസിഡ് ആണെങ്കിൽ OH- അയോൺ ഉള്ളത് ബേസ് ആണ് അല്ലെ. ഇതേ നമുക്ക് എന്ത് കിട്ടി? ബേസ് കിട്ടി. അപ്പം പഠിച്ചു വെക്കാം, മെറ്റലിന്റെ ഓക്സൈഡ് വെള്ളത്തിൽ വീണാൽ ബേസ് കിട്ടും. ഇനി ഈ ക്വസ്റ്റ്യനിൽ വേറൊരു രീതിയിൽ വരാം. ലിറ്റ്മസ് പേപ്പർ ചോദിച്ചു വരാം. റെഡ് ലിറ്റ്മസ് മുക്കിയാൽ ഇതിനകത്ത് എന്താ? റെഡ് ലിറ്റ്മസ് മുക്കിയാൽ ഇതില് ബ്ലൂ കളർ ആവും, ഇതിലോ നോ ചേഞ്ച് ആയിരിക്കും, ബിക്കോസ് അത് ആസിഡ് അല്ലേ. ഓക്കെ, അപ്പൊ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ടും ഈ ഒരു സാധനം ചോദിക്കാൻ നിങ്ങൾ ഈ ഒരു കോഡ് മാത്രം പഠിച്ചിട്ട് പോവാ കേട്ടോ. എന്നിട്ട് ക്ലാസ്സിൽ വെച്ച് എക്സാം പേപ്പറിൽ നോക്കിയാൽ മതി അത് മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ വന്നിട്ടുള്ളതെന്ന്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ദ എക്സ്പെരിമെന്റ് ടു ഐഡന്റിഫൈ കാർബണേറ്റ് സോൾട്ട്. നമ്മുടെ ആസിഡ് ബേസ് സോൾട്ടിന്റെ ലാസ്റ്റ് ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് സോൾട്ടിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ സോൾട്ടിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ നമുക്ക് കുറെ സോൾട്ട് ഉണ്ട്. ക്ലോറൈഡ് ഉണ്ട്, സൾഫേറ്റ് ഉണ്ട്, അതുപോലെ നൈട്രേറ്റ് ഉണ്ട്, കാർബണേറ്റ് ഉണ്ട്. അപ്പൊ മിസ് കാർബണേറ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ബാക്കിയുള്ളത് നമ്മുടെ ക്ലാസ് കണ്ടാൽ ബാക്കി സോൾട്ടിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് കണ്ടിട്ട് തന്നെ പോവാ കേട്ടോ. സോൾട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പൊ കാർബണേറ്റ് സോൾട്ടിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് നോക്കിയാൽ ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യാം. നമുക്ക് ആരെയാണോ കാർബണേറ്റ് സോൾട്ട് ആണ്, ഏത് സോൾട്ടിനെയാണോ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അതിനെ എടുക്കുക, അതിലേക്ക് ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുക. അപ്പൊ ഒരു ഗ്യാസ് ഫോം ചെയ്യും, ഒരു വാതകം ഉണ്ടാകും. ആ വാതകത്തിന് എന്ത് ചെയ്യാം? ലൈം വാട്ടറിൽ കൂടി പാസ് ചെയ്യിക്കുക. എന്തൊക്കെയാ? ലൈം വാട്ടറിൽ കൂടി പാസ് ചെയ്യിക്കുക. അപ്പൊ ചുണ്ണാമ്പ് വെള്ളത്തിൽ കൂടി പാസ് ചെയ്യിക്കുക. പാസ് ചെയ്യുമ്പോൾ ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുന്നത് വളരെ പച്ചവെള്ളം പോലെ ഒരു കളർലെസ് ആയിട്ടിരിക്കുന്ന ഒരു സൊല്യൂഷൻ ആണ്. അതിലേക്ക് ഈ ഗ്യാസ് പോയാൽ അത് മിൽക്കി കളർ ആയാൽ, പാൽ നിറമായാൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു കാർബണേറ്റ് സോൾട്ട് ആണ്. അപ്പൊ ഇതുപോലെ സോൾട്ടിനെ ഐഡന്റിഫൈ ചെയ്യാനും കൂടി നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ബാക്കി ചാപ്റ്ററും കൂടി പഠിച്ച് മിസ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കിയിട്ട് തന്നെ പോവാ. എക്സാം ഒക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.